رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. എന്റെ നാഥ, നീ എനിക്ക് അധികാരം നൽകി, സംഭവങ്ങളുടെ സൂക്ഷ്മാവസ്ഥയും പരിണാമവും ഗ്രഹിക്കാൻ പഠിപ്പിച്ചു. ആകാശഭൂമികളുടെ സ്രഷ്ടാവേ, ഇഹത്തിലും പരത്തിലും എന്റെ രക്ഷാധികാരി നീ മാത്രമാകുന്നു. എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളോട് ചേർക്കുകയും ചെയ്യണമേ. ഈ സന്ദർഭത്തിൽ യൂസുഫ് നബിയിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ഒരു മുഅ്മിനിന്റെ സ്വഭാവചര്യയുടെ യഥാർത്ഥ ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. മരുഭൂമിയിലെ ഇടയഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ തരണം ചെയ്ത് അവസാനം ഐഹികമായ ഉയർച്ചയുടെ ഉച്ചിയിലെത്തിയിരിക്കുകയാണ്. ക്ഷാമബാധിതമായ അദ്ദേഹത്തിന്റെ കുടുംബം ആ സംരക്ഷണം തേടി വന്നിരിക്കുന്നു. തന്റെ ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിച്ച അസൂയാലുക്കളായ ആ സഹോദരന്മാരും അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന് ചുവട്ടിൽ താഴ്മയോടെ വന്നു നിൽക്കുന്നു. ഭൂമുഖത്തുള്ള പൊതുസമ്പ്രദായമനുസരിച്ച് അഭിമാനം നടിക്കുകയും ആക്ഷേപശകാരങ്ങൾ വർഷിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണിത്. പക്ഷേ ദൈവഭക്തനായ ഒരു നല്ല മനുഷ്യൻ ഇത്തരം സന്ദർഭങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് പ്രകടിപ്പിക്കുക. അദ്ദേഹം സ്വന്തം ഔന്നത്യത്തിൽ ഗർവിഷ്ഠനാകുന്നതിനു പകരം തന്നെ ഉയർത്തിയ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നു. ചെറുപ്പകാലത്ത് കുടുംബക്കാർ തന്നോട് കാണിച്ച ദുഷ്ടതകൾ എണ്ണിപ്പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്നില്ല. മറിച്ച് നീണ്ടകാലത്തെ വേർപാടിനു ശേഷം അവരെ കാണാനിടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. ബന്ധുക്കൾ തന്നോട് ക്രൂരത കാണിച്ചുവെന്ന് പോലും അദ്ദേഹം പറയുന്നില്ല. മറിച്ച് പറയുന്നതിങ്ങനെയാണ്: പിശാച് എനിക്കും അവർക്കുമിടയിൽ തിന്മ പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ശുദ്ധത പ്രകടിപ്പിക്കുന്നു. പിന്നെ ആ തിന്മയുടെ ചീത്തവശം അവഗണിക്കുന്നു. അള്ളാഹു എന്നെ ഏത് സ്ഥാനത്ത് എത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവോ അതിനുവേണ്ടി അവനൊരുക്കിയ കൗതുകകരമായ മാർഗമായിരുന്നു അതെന്ന ഒരു വിശിഷ്ട വീക്ഷണം അവിടെ പകരം അവതരിപ്പിക്കുന്നു. അതായത്, സഹോദരന്മാരെ കൊണ്ട് പിശാച് എന്ത് ചെയ്യിച്ചുവോ അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിരുന്നു. കുറഞ്ഞ വാക്കുകളിൽ ഇതെല്ലാം പറഞ്ഞ ശേഷം അദ്ദേഹം അറിയാതെ അള്ളാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞു പോകുന്നു. നീ എനിക്ക് രാജ്യത്വം നൽകി, എന്നെ ജയിലിൽ താമസിപ്പിക്കുന്നതിനു പകരം ഭൂമുഖത്തെ ഏറ്റവും വലിയ രാഷ്ട്രത്തിന്റെ അധിപനാകാൻ മാത്രമുള്ള ശക്തിയും കഴിവും പ്രദാനം ചെയ്തു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവന് നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനം പ്രാർത്ഥിക്കുന്നു: ദൈവമേ, ഭൂമിയിൽ വസിപ്പിക്കുന്ന കാലത്തോളം നിന്റെ അടിമത്തത്തിലും അനുസരണത്തിലും എന്നെ ഉറപ്പിച്ചു നിർത്തണം. ഈ ലോകത്തോട് വിട വാങ്ങുമ്പോൾ എന്നെ നിന്റെ സദ്വൃത്തരായ ദാസന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. എന്തുമാത്രം ഉന്നതവും പരിശുദ്ധവുമാണ് ഈ മാതൃക! യൂസുഫിന്റെ അതുല്യമായ ഈ പ്രഭാഷണത്തിന് ബൈബിളിലോ തൽമൂദിലോ ഒരു സ്ഥാനവും നൽകിയിട്ടില്ല. അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ രണ്ട് ഗ്രന്ഥങ്ങളും കഥകളുടെ അനാവശ്യമായ വിശദീകരണങ്ങൾ കൊണ്ട് നിബിഡമാണ്. പക്ഷെ ധാർമ്മിക മൂല്യങ്ങൾ അവ രണ്ടിലും ഇല്ലെന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ അടിസ്ഥാനപരമായ അധ്യാപനങ്ങൾ അവയായിരുന്നു. അവരുടെ യഥാർത്ഥ ദൗത്യത്തിലേക്കും മറ്റുള്ളവർക്ക് പാഠമാകുന്ന ജീവിതചര്യയിലേക്കും പ്രകാശം പകർന്നിരുന്നതും ആ മൂല്യങ്ങളായിരുന്നു. ഈ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. അതിനാൽ യൂസുഫ് നബിയുടെ ഈ കഥ ഖുർആൻ തികച്ചും സ്വതന്ത്രമായ രൂപത്തിലാണ് ഉദ്ധരിച്ചിരിക്കുന്നതെന്ന വസ്തുത പ്രത്യേകം ഓർമ്മ വെക്കേണ്ടതുണ്ട്. അത് ബൈബിളിന്റെയും തൽമൂദിന്റെയും ആവർത്തനമല്ല. 3 ഗ്രന്ഥങ്ങളും കൂട്ടിവെച്ച് താരതമ്യ പഠനം നടത്തിയാൽ കഥയുടെ വിവിധങ്ങളും സുപ്രധാനങ്ങളുമായ ഭാഗങ്ങളിൽ ഖുർആന്റെ റിപ്പോർട്ട് മറ്റു രണ്ടിൽ നിന്നും തികച്ചും ഭിന്നമാണെന്ന് കാണാൻ പ്രയാസമില്ല. ചില കാര്യങ്ങളിൽ ഖുർആൻ അവയേക്കാൾ കൂടുതൽ വിശദീകരണം നൽകുന്നു, ചിലയിടത്ത് കുറച്ചും, മറ്റു ചിലയിടത്ത് അവയ്ക്ക് വിരുദ്ധവും. അതിനാൽ മുഹമ്മദ് നബി കേൾപ്പിച്ച കഥ ഇസ്രായേലിയരിൽ നിന്ന് കേട്ടതാണെന്ന് പറയാൻ ആർക്കും നിർവാഹമില്ല. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ أجمعوا أمرهم وهم يمكرون. പ്രവാചക, ഈ കഥ അജ്ഞാത വൃത്താന്തങ്ങളിൽപ്പെട്ടതാകുന്നു. നാം അത് താങ്കളെ ബോധനം ചെയ്യുന്നു. യൂസുഫിന്റെ സഹോദരന്മാർ ഒത്തുകൂടി ഗൂഢാലോചന നടത്തിയപ്പോൾ അവിടെ താങ്കളുണ്ടായിരുന്നില്ലല്ലോ. وما
أكثر الناس ولو حرصت بمؤمنين. പക്ഷേ താങ്കൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഇവരിൽ അധികം ആളുകളും വിശ്വസിക്കുന്നവരല്ല. അതായത് ഈ ജനങ്ങളുടെ ധാർഷ്ട്യം വളരെ അത്ഭുതകരം തന്നെ. താങ്കളുടെ പ്രവാചകത്വം അംഗീകരിക്കുന്നതിനുള്ള ഉപാധിയായി അവർ വളരെ ആസൂത്രിതമായി ആവശ്യപ്പെട്ട കാര്യം നിറഞ്ഞ സദസ്സിൽ വെച്ച് പൂർണ്ണമായും നിർവഹിച്ചു കൊടുത്തു. ഇനിയും അവർ ഈ ഖുർആൻ താങ്കൾ കെട്ടിച്ചമച്ചതല്ലെന്നും മറിച്ച് ദിവ്യബോധനം ലഭിക്കുന്നതാണെന്നും സമ്മതിക്കാൻ സംശയിച്ചു നിൽക്കുകയില്ലെന്ന് തോന്നുന്നുണ്ടാവാം. പക്ഷേ അവർ ഇനിയും വിശ്വസിക്കുകയില്ലെന്നതാണ് സത്യം. നിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ മറ്റു വല്ല ന്യായങ്ങളും പരിധി പിടിക്കുകയാണ് അവർ ചെയ്യുക. താങ്കളുടെ സത്യസന്ധതയിൽ വിശ്വാസം വരുന്നതിനു വേണ്ടി തുറന്ന ഹൃദയത്തോടുകൂടി ബുദ്ധിപരമായ വല്ല തെളിവും ആവശ്യപ്പെടുകയും എന്നിട്ട് അത് ലഭിക്കാതിരിക്കുകയും ചെയ്തുവെന്നതല്ല അവർ താങ്കളുടെ വാക്കുകൾ അവിശ്വസിക്കാൻ കാരണം, മറിച്ച് അവർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് മാത്രമാണ്. അതിനാൽ വിശ്വസിക്കാൻ ആവശ്യമായ തെളിവുകളല്ല, വിശ്വസിക്കാതിരിക്കാൻ ആവശ്യമായ ന്യായങ്ങളാണ് അവരന്വേഷിക്കുന്നത്. നബിയുടെ ഏതെങ്കിലും തെറ്റിദ്ധാരണകൾ തിരുത്തുകയല്ല ഈ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യക്ഷത്തിൽ സംബോധിതൻ നബി തിരുമേനിയാണ്. എങ്കിലും തിരുമേനി ഈ പ്രഭാഷണം അവതരിപ്പിക്കുന്ന ജനസമൂഹത്തെ തങ്ങളുടെ അധർമ്മത്തെപ്പറ്റി അങ്ങേയറ്റം സൂക്ഷ്മവും സാഹിതീയവുമായ ശൈലിയിൽ ബോധവാന്മാരാക്കുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ തങ്ങളുടെ സദസ്സിലേക്ക് തിരുമേനിയെ പരീക്ഷണാർത്ഥം വിളിച്ചുവരുത്തി. പൊടുന്നനെ ചോദിച്ചു, താങ്കൾ നബിയാണെങ്കിൽ ഇസ്രായേല്യർ ഈജിപ്തിലെത്തിയ കഥയെന്ത്? അതിനു മറുപടിയായി അവിടെ വെച്ച് ഉടനെ തന്നെ ആ കഥ മുഴുവൻ അവരെ കേൾപ്പിച്ചു. അവസാനം സംക്ഷിപ്തമായ വാക്കുകളിലൂടെ ഒരു കണ്ണാടിയും മുമ്പിൽ വെച്ചു കൊടുത്തു. ഹേ അധർമ്മകാരികളെ, അതിൽ നിങ്ങളുടെ മുഖങ്ങൾ നോക്കുക. ഏത് മുഖവുമായാണ് നിങ്ങൾ പരീക്ഷണത്തിന് വന്നിരിക്കുന്നത്? ബുദ്ധിയുള്ളവർ പരീക്ഷണത്തിലേർപ്പെടുന്നത് സത്യം ബോധ്യപ്പെടുമ്പോൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ സ്വയം ആവശ്യപ്പെട്ട തെളിവുകൾ കിട്ടിക്കഴിഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. وما تسألهم عليه من أجر إن هو إلا ذكر للعالمين. താങ്കളോ ഈ സേവനത്തിന്റെ പേരിൽ അവരോട് ഒരു വേതനവും തേടുന്നില്ല. ഇതാവട്ടെ ലോകർക്കൊക്കെയുമുള്ള ഉദ്ബോധനം മാത്രമാകുന്നു. മുമ്പ് പറഞ്ഞ ഉദ്ബോധനത്തിന് ശേഷം ആക്ഷേപത്തേക്കാൾ കൂടുതൽ കാര്യം ഗ്രഹിക്കുന്നതിന് പ്രാധാന്യം നൽകുന്ന കൂടുതൽ സൂക്ഷ്മമായ മറ്റൊരു ഉദ്ബോധനമാണിത്. ഇവിടെയും സംബോധിതൻ പ്രത്യക്ഷത്തിൽ തിരുമേനിയാണെങ്കിലും യഥാർത്ഥത്തിൽ മുമ്പിലുള്ളത് സത്യനിഷേധികളുടെ സമൂഹമാണ്. അവരെ ഉണർത്തുന്നു, ഓ അല്ലാഹുവിന്റെ അടിമകളെ, ചിന്തിക്കൂ, നിങ്ങളുടെ ഈ ധിക്കാരം എന്തുമാത്രം നിരർത്ഥകമാണ്. പ്രവാചകൻ സ്വാർത്ഥലാഭത്തിനു വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ നിക്ഷിപ്ത താൽപര്യക്കാരനെ നാം എന്തിന് അനുസരിക്കണമെന്ന് സ്വാഭാവികമായും നിങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ നിസ്വാർത്ഥനാണ്. നിങ്ങളുടെയും മുഴുവൻ ലോകത്തിന്റെയും നന്മ മാത്രം ഉദ്ദേശിച്ചാണ് ഉപദേശങ്ങൾ നൽകുന്നത്. അതിൽ വ്യക്തിപരമായി ഒരു താൽപര്യവുമില്ല. ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതാണ്. എന്നിട്ടും അതിനെതിരിൽ ഈ അധർമ്മത്തിൽ തന്നെ കടിച്ചു തൂങ്ങുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരു മനുഷ്യൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥനായി ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ വെറുതെ അതിനെ എതിർക്കുന്നതെന്തിന്? തുറന്ന ഹൃദയത്തോടെ അത് കേൾക്കൂ. മനസ്സിന് ബോധ്യപ്പെടുന്നുവെങ്കിൽ സ്വീകരിക്കൂ, ഇല്ലെങ്കിൽ നിരാകരിക്കൂ. وَكَأَيٍّ مِّنْ آيَةٍ فِي السَّمَاوَاتِ وَالْأَرْضِ يَمُرُّونَ عَلَيْهَا وَهُمْ عَنْهَا مُعْرِضُونَ. ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണുള്ളത്. ഈ ജനം അവയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അതൊന്നും ഒട്ടും പരിഗണിക്കാതെ. ഇതുവരെ പറഞ്ഞുവന്ന യൂസഫ് നബിയുടെ കഥ അവസാനിച്ചു. ദിവ്യബോധനത്തിന്റെ ലക്ഷ്യം കേവലം കഥ കേൾപ്പിക്കലായിരുന്നുവെങ്കിൽ പ്രഭാഷണം ഇവിടെ അവസാനിക്കേണ്ടതായിരുന്നു. ഇനിയുള്ള വചനങ്ങൾ കഥാകഥനത്തിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നബി തിരുമേനിയെ ജനങ്ങൾ വിളിച്ചു വരുത്തിയതാണ്. കഥ കേൾക്കുന്നതിനു വേണ്ടി കാതു കൂർപ്പിച്ച് കാത്തിരിക്കുകയായിരുന്നു അവർ. അതിനാൽ അവർ ആവശ്യപ്പെട്ട കാര്യം അവസാനിച്ചപ്പോൾ ഉടനെ തന്നെ പ്രവാചകൻ തന്റെ ആവശ്യവും അവരുടെ മുമ്പിൽ നിരത്തുകയാണ്. എന്നാൽ അങ്ങേയറ്റം സംക്ഷിപ്തമായി ചുരുക്കം ചില വാചകങ്ങളിൽ ഉപദേശവും പ്രബോധനവുമെല്ലാം ഒതുക്കിയിരിക്കുന്നു. ജനങ്ങളെ അശ്രദ്ധയിൽ നിന്നുണർത്തുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമിയിലും ആകാശത്തിലുമുള്ള ഓരോ വസ്തുവും കേവലം വസ്തുക്കളല്ല, മറിച്ച് ഓരോന്നും ഓരോ ദൃഷ്ടാന്തം കൂടിയാണ്. യാഥാർത്ഥ്യത്തിന് നേരെ അവ വിരൽ ചൂണ്ടുന്നുണ്ട്.
എന്നാൽ ഈ വസ്തുക്കളെ കേവലം വസ്തുക്കളായി കാണുന്നവർ മനുഷ്യരെ പോലെയല്ല, മൃഗങ്ങളെപ്പോലെയാണ് അവ കാണുന്നത്. വൃക്ഷത്തെ വൃക്ഷമായും പർവ്വതത്തെ പർവ്വതമായും വെള്ളത്തെ വെള്ളമായും മൃഗങ്ങളും കാണുന്നുണ്ട്. എല്ലാ മൃഗങ്ങളും ഈ വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷേ മനുഷ്യന് ബോധേന്ദ്രിയങ്ങളോടൊപ്പം ചിന്തിക്കാനാവശ്യമായ വിശേഷ ബുദ്ധി കൂടി നൽകിയിരിക്കുന്നത് ഈ വസ്തുക്കളെ വെറുതെ നോക്കിക്കാണുകയും വിനിയോഗം മനസ്സിലാക്കുകയും ചെയ്യാൻ മാത്രമല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെപ്പറ്റി ചിന്തിക്കുകയും ഈ അടയാളങ്ങൾ മുഖേന അന്വേഷിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്. ഇക്കാര്യത്തിൽ പക്ഷേ അധികം ആളുകളും അശ്രദ്ധരാണ്. ഈ അശ്രദ്ധയാണ് അവരെ അബദ്ധ സഞ്ചാരത്തിലേക്ക് തള്ളിവിടുന്നതും. ജനങ്ങളുടെ ഹൃദയങ്ങൾ ഈ താഴിട്ട് പൂട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരുടെ ഉപദേശം ഗ്രഹിക്കുന്നതിനോ മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നതിനോ അവർക്കിത്രയും പ്രയാസമുണ്ടാകുമായിരുന്നില്ല. وَمَا يُؤْمِنُ أَكْثَرُهُم بِاللَّهِ إِلَّا وَهُم مُشْرِكُونَ. ദൈവേതരന്മാരെ ദൈവത്തിന്റെ പങ്കാളികളായി സങ്കൽപ്പിച്ചുകൊണ്ടല്ലാതെ അവരിലധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. മുകളിൽ സൂചിപ്പിച്ച അശ്രദ്ധയുടെ സ്വാഭാവികമായ അനന്തരഫലമാണ് അധികം ആളുകളും ശിർക്കിലകപ്പെട്ടുകൊണ്ടല്ലാതെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നത്. മനുഷ്യർ ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടയ്ക്കുകയാണെങ്കിൽ നേർമാർഗത്തിൽ നിന്ന് പിഴച്ചുപോവുകയും പാർശ്വങ്ങളിലുള്ള കുറ്റിക്കാടുകളിൽ അകപ്പെടുകയും ചെയ്യും. എന്നാലും തന്റെ ലക്ഷ്യത്തെപ്പറ്റി പൂർണ്ണമായും വിസ്മരിക്കുകയും ദൈവം തന്റെ സ്രഷ്ടാവും അന്നദാതാവുമാണെന്ന മൗലിക സത്യം നിഷേധിക്കുകയും ചെയ്യുന്നവർ മനുഷ്യരിൽ കുറച്ചുപേരെയുള്ളൂ. അധിക മനുഷ്യരും അകപ്പെട്ടിരിക്കുന്ന തെറ്റായ മാർഗം ദൈവനിഷേധത്തിന്റെ മാർഗമല്ല, ബഹുദൈവത്വത്തിന്റെ മാർഗമാണ്. അതായത് ദൈവം തന്നെ ഇല്ലെന്ന് കരുതുന്നില്ല, പക്ഷേ ദൈവത്തിന്റെ സത്തയിലും ഗുണങ്ങളിലും അധികാരങ്ങളിലും അവകാശങ്ങളിലും പല വിധത്തിലും മറ്റുള്ളവർക്ക് പങ്കുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നു. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ദൃഷ്ടാന്തങ്ങൾ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ ഒരിക്കലും ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഏകത്വത്തിന് തെളിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. تأتيهم غاشية من عذاب الله أو تأتيهم الساعة بغتة وهم لا يشعرون. ദൈവശിക്ഷയുടേതായ ഒരു മഹാവിപത്ത് അവരെ ബാധിക്കുകയില്ലെന്നും തങ്ങൾ ബോധഹീനരായിരിക്കെ ആകസ്മികമായി പുനരുദ്ധാനവേള വന്നെത്തുകയില്ലെന്നും അവർ സമാധാനിക്കുന്നുവോ? ജീവിതകാലം സുദീർഘമാണെന്നും സുരക്ഷിതാവസ്ഥ എന്നെന്നും നിലനിൽക്കുമെന്നും ധരിച്ച് പരലോകത്തെക്കുറിച്ച ചിന്ത മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതിനെതിരിൽ മനുഷ്യനെ ബോധവാനാക്കുകയാണ് ഈ സൂക്തത്തിന്റെ ഉദ്ദേശ്യം. ജീവിതം ഇത്രകാലം വരെ എന്തായാലും നീണ്ടുനിൽക്കുമെന്ന് തീർച്ച ചെയ്യാൻ ആർക്കും സാധ്യമല്ല. എപ്പോഴാണ് പൊടുന്നനെ താൻ പിടിക്കപ്പെടുന്നതെന്നും എവിടെ വെച്ച് ഏതവസ്ഥയിൽ മടക്കി വിളിക്കപ്പെടുമെന്നും ആർക്കും അറിയുക സാധ്യമല്ല. ഭാവിയുടെ മറ നിങ്ങൾക്കു വേണ്ടി എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അത് സംഭവിക്കുന്നതിന്റെ ഒരു നിമിഷം മുമ്പ് പോലും നിങ്ങൾക്കറിയുകയില്ല. ഇക്കാര്യം ഇതുവരെയുള്ള നിങ്ങളുടെ ദൈനംദിന ജീവിതം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ വല്ലതും ചിന്തിക്കുന്നുവെങ്കിൽ അതിപ്പോൾ തന്നെയാണ് വേണ്ടത്. നിങ്ങൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതമാർഗത്തിൽ മുന്നോട്ടു പോകുന്നതിന് മുമ്പായി ആ മാർഗം ശരിയാണോ എന്ന് നോക്കണം. അത് ശരിയാണെന്നതിന് വല്ല തെളിവുമുണ്ടോ എന്ന് പരിശോധിക്കണം. ആ മാർഗം അംഗീകരിക്കാൻ പ്രാപഞ്ചിക തെളിവുകൾ വല്ലതും ലഭ്യമാണോ എന്നന്വേഷിക്കണം. ആ മാർഗത്തിലൂടെ ചലിച്ചതിന്റെ അനന്തരഫലമായി മുമ്പ് മനുഷ്യൻ അനുഭവിച്ചതും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ മാർഗത്തിൽ തന്നെയാണ് ചലിക്കുന്നതെന്ന് സത്യപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. قُلْ هَٰذِهِ سَبِيلِي أَدْعُو إِلَى اللَّهِ عَلَى بَصِيرَةٍ أَنَا وَمَنِ اتَّبَعَنِي وَسُبْحَانَ اللَّهِ وَمَا أَنَا مِنَ الْمُشْرِكِينَ. താങ്കൾ അവരോട് തീർത്തു പറഞ്ഞേക്കുക, എന്റെ മാർഗം ഇതാകുന്നു. തികഞ്ഞ ഉൾക്കാഴ്ചയോടെ ഞാനും എന്നെ അനുഗമിച്ചവരും നിങ്ങളെ അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു പരിശുദ്ധനാകുന്നു. ബഹുദൈവാരാധകരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതായത് അവനിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനാണ്. ബഹുദൈവ വിശ്വാസികൾ സങ്കൽപ്പിച്ചിരുന്ന എല്ലാ ന്യൂനതകളിൽ നിന്നും ദൗർബല്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണ്.
അതേപോലെ ബഹുദൈവ വിശ്വാസം അവനിൽ അനിവാര്യമാക്കുന്ന എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും അവൻ തികച്ചും മുക്തനാണ്. وما أرسلنا من قبلك إلا رجالا نوحي إليهم من أهل القرى أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم ولدار الآخرة خير للذين اتقوا أفلا تعقلون. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് നാം അയച്ച പ്രവാചകന്മാരൊക്കെയും മനുഷ്യരും സ്വന്തം നാടുകളിൽ വസിക്കുന്നവരുമായിരുന്നു. നാം അവർക്ക് ദിവ്യ സന്ദേശമയച്ചുകൊണ്ടിരുന്നു. ഈ ജനം ഭൂമിയിൽ സഞ്ചരിച്ചിട്ടില്ലയോ? തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് കണ്ടിട്ടില്ലയോ? നിശ്ചയം പ്രവാചക സന്ദേശം അംഗീകരിച്ച് ഭക്തിയുടെ മാർഗം കൈക്കൊള്ളുന്ന ജനത്തിന് ഏറ്റവും മഹത്തരമായിട്ടുള്ളത് പരലോക ഭവനം തന്നെയാകുന്നു. ഇനിയും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? ഇവിടെ വലിയൊരാശയം 2-3 വാചകങ്ങളിൽ ഒതുക്കിയിരിക്കുന്നു. അതല്പം വിശദീകരിക്കാം. ഈ ജനങ്ങൾ താങ്കളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം താങ്കൾ അവരുടെ നാട്ടിൽ ജനിച്ചു എന്നതും ബാല്യവും യൗവനവും അവർക്കിടയിൽ കഴിച്ചുകൂട്ടി വാർദ്ധക്യത്തിലെത്തി എന്നതുമാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് അള്ളാഹു പെട്ടെന്ന് ഒരു ദിവസം തന്റെ ദൂതനായി നിശ്ചയിക്കുന്നത് എന്നാണ് അവരുടെ സംശയം. പക്ഷെ ഭൂമിയിൽ ഇതുവരെ അവരുടെ മുമ്പിൽ മാത്രം സംഭവിച്ച ഒരു കാര്യമല്ല ഇത്. ഇതിനു മുമ്പും ദൈവം തന്റെ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാവരും മനുഷ്യർ തന്നെയായിരുന്നു. പെട്ടെന്ന് ഒരന്യ വ്യക്തി ഒരു നാട്ടിൽ പ്രത്യക്ഷപ്പെട്ട് താൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടവനാണെന്ന് പറയുക എന്നത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. മറിച്ച് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരെല്ലാം അതത് നാടുകളിൽ നിവസിക്കുന്നവർ തന്നെയായിരുന്നു. ഈസ, മൂസ, ഇബ്രാഹിം, നോഹ് തുടങ്ങിയ പ്രവാചകന്മാർ അതിലുൾപ്പെടുന്നു. പിന്നെ ആരുണ്ട് പരിചിതരായ മനുഷ്യരല്ലാതെ? ഇപ്പോൾ നിങ്ങൾ സ്വയം തിരിഞ്ഞു നോക്കുക. ആ മഹാന്മാരുടെ ബോധനം ചെവികൊള്ളാതെ അടിസ്ഥാനരഹിതമായ സങ്കല്പങ്ങളെയും മിഥ്യാഭിലാഷങ്ങളെയും പിൻപറ്റി ജീവിച്ചവരുടെ പരിണതി എന്തായിരുന്നു? നിങ്ങളുടെ വ്യാപാരയാത്രകളിൽ ആദ്, സമൂദ്, മദിയൻ, ലൂത്ത് ജനതകളുടെ നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളിലൂടെ കടന്നു പോവാറുണ്ട്. അവിടെ നിന്നൊന്നും ഒരു പാഠവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ? അവസാനം ഇതിനേക്കാൾ ദുരിതപൂർണമായ പരിണതി അവരും അനുഭവിക്കേണ്ടി വരുമെന്ന് ഭൂമിയിൽ അവർ കാണുന്ന ഈ നാശാവശിഷ്ടങ്ങൾ വിളിച്ചറിയിക്കുന്നുണ്ട്. അതെ, ഈ ലോകത്ത് സദ്വൃത്തരായി ജീവിച്ചവർ ഇവിടെ മാത്രമല്ല നല്ല നിലയിൽ ജീവിക്കുന്നത്. പരലോകത്ത് അവരുടെ പരിണാമം ഇതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതായിരിക്കും. حتى إذا استيأس الرسل وظنوا أنهم قد كذبوا جاءهم نصرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين. വളരെക്കാലം പ്രബോധനം ചെയ്തിട്ടും ജനങ്ങൾ ചെവിക്കൊള്ളാതിരിക്കുക എന്ന അനുഭവം മുൻ പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുള്ളതാകുന്നു. എത്രത്തോളമെന്നാൽ പ്രവാചകന്മാർ ജനങ്ങളോട് ആശയറ്റവരാവുകയും തങ്ങളോട് പറയപ്പെടുന്നത് കളവാണെന്ന് ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങുകയും ചെയ്യുന്നതുവരെ. അപ്പോൾ ആകസ്മികമായി ദേവദൂതന്മാർക്ക് നമ്മുടെ സഹായമെത്തി. ഇത്തരം സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ നാം ഉദ്ദേശിക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്നതാകുന്നു നമ്മുടെ സമ്പ്രദായം. എന്നാൽ ധിക്കാരികളായ ജനത്തിൽ നിന്ന് നമ്മുടെ ശിക്ഷയെ നീക്കിക്കളയാൻ കഴിയുകയില്ല തന്നെ. لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. പൂർവജനങ്ങളുടെ ഈ കഥകളിൽ ബുദ്ധിയും വിവേകവുമുള്ളവർക്ക് പാഠമുണ്ട്. ഖുർആനിൽ വിവരിക്കുന്ന ഈ കഥകളൊന്നും കെട്ടിച്ചമച്ച വൃത്താന്തങ്ങളല്ല.
അതിനു മുമ്പ് അവതീർണമായ വേദങ്ങളൊക്കെയും സത്യപ്പെടുത്തുന്നതും സകല സംഗതികളുടെയും വിശദീകരണവും സത്യവിശ്വാസം കൈക്കൊണ്ട ജനത്തിനുള്ള സന്മാർഗവും ദൈവകാരുണ്യവുമാകുന്നു. തഫ്സീല കുല്ലി ഷൈഇൻ എന്ന വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ മാർഗദർശനത്തിനാവശ്യമായ എല്ലാ വിശദീകരണങ്ങളുമാണ്. ഇതിനെ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണമെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതിനാൽ ഖുർആനിൽ വൈദ്യശാസ്ത്രം, ഗണിതശാസ്ത്രം തുടങ്ങിയ വിജ്ഞാനങ്ങൾ വിശദീകരിച്ചു കാണാത്തതിൽ അവർ പരിഭ്രമിച്ചു പോകുന്നു.